പടയപ്പ വീണ്ടും ജനവാസ മേഖലയിൽ മൂന്നാർ മാട്ടുപ്പെട്ടിയിലാണ് ഇന്നലെ രാത്രി കാട്ടാനെത്തിയത്. ആളുകൾക്കിടയിലൂടെ എത്തിയ പടയപ്പയെ ബഹളം വെച്ച് തുരത്തി. ദേവികുളം പഞ്ചായത്ത് ഓഫീസിന് മുന്നിലാണ് സംഭവമുണ്ടായത്. സുബിൻ തോമസ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സുബിൻ, കഴിഞ്ഞ ദിവസവും പടയപ്പ ജനവാസ മേഖലയിൽ എത്തിയിരുന്നു. ജനങ്ങൾ വലിയ ബഹളം കൂട്ടി ആനയെ തുരത്തിയെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. മറ്റ് അത്യാഹിതമൊന്നും സംഭവിച്ചില്ലല്ലോ അല്ലേ? ഇന്നലെ പടയപ്പ ശാന്തനായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഈ മാട്ടുപ്പെട്ടിയിൽ ആന എത്തുന്നത്. ഈ ദേവികുളം പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നിരവധി ആളുകൾ എത്തുന്ന ഒരു പ്രദേശമാണ്, ഒരു ചെറിയ ടൗണാണ്. അവിടെയാണ് ഈ റോഡിലൂടെ ആന നടന്നു നീങ്ങിയത്. ആളുകൾ ബഹളം വെച്ച് ഇതിനെ തുടർന്ന് ആന ഈ റോഡിൽ നിന്ന് മറ്റ് സ്ഥലത്തേക്ക്, അതായത് ഈ പഞ്ചായത്ത് ഓഫീസിന്റെ പിൻഭാഗത്തേക്ക് പോവുകയായിരുന്നു. അത് തേയിലത്തോട്ടങ്ങൾ നിറഞ്ഞ പ്രദേശമാണ്. ആദ്യഘട്ടത്തിൽ ആളുകൾ വലിയ പരിഭ്രാന്തരാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആന ഇത്തരത്തിൽ റോഡിലേക്ക് എത്തുന്നത് കൂടുതൽ ആളുകളെല്ലാം തന്നെ ആ ഒരു റോഡിന്റെ ഇരുവശങ്ങളുമായി നിലയുറപ്പിച്ചിരിക്കുന്ന സാഹചര്യം. പക്ഷേ ആന മറ്റ് അതിക്രമങ്ങളോ അക്രമ സംഭവങ്ങളോ ഒന്നും നടത്താതെ ശാന്തനായി ആ റോഡിലൂടെ നടന്ന് മറ്റൊരു വശത്തേക്ക് കയറി പോകുന്ന സാഹചര്യം വന്നുണ്ടായത്. എന്തായാലും ഈ മാട്ടുപ്പെട്ടി മേഖലയിൽ നിലവിലിപ്പോൾ ഈ മാട്ടുപ്പെട്ടി മേഖലയുടെ പരിസര പ്രദേശങ്ങളിൽ നിലവിലിപ്പോൾ ഈ പടയപ്പ തമ്പടിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആറാട്ട് സംഘം നിലവിൽ ആനയുടെ നീക്കങ്ങളും നിരീക്ഷിക്കുന്നുണ്ട്. നിലവിൽ ആന അക്രമാസക്തനാകാത്തത് നേരിയ ഒരു ആശ്വാസം നൽകുന്നുവെങ്കിൽ പോലും ഈ തോട്ടം തൊഴിലാളികളുടെ ഇടയിലേക്കും അതുപോലെ തന്നെ ലയങ്ങൾക്ക് സമീപത്തേക്കും എല്ലാം ഈ പടയപ്പ എത്തുന്നത് ചെറിയൊരു ആശങ്കയ്ക്ക്, തോട്ടം തൊഴിലാളികളെ സംബന്ധിച്ച ആശങ്കയ്ക്ക് ഇടയാക്കിയിട്ടുമുണ്ട്.